2 ദിനവൃത്താന്തം 16-ാം അധ്യായം. ആസയുടെ വാഴ്ചയുടെ 36-ാം ആണ്ടിൽ ഇസ്രായേൽ രാജാവായ ബേശ യഹൂദയ്ക്ക് നേരെ വന്ന് യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വരത്തുപോക്കിന് ആരെയും സമ്മതിക്കാത്തവണ്ണം രാമയെ പണിതുറപ്പിച്ചു. അപ്പോൾ ആസ യഹോവയുടെ ആലയത്തിലെ രാജധാനിയിലെയും ഭണ്ഡാരങ്ങളിൽ നിന്ന് വെള്ളിയും പൊന്നും എടുത്ത് ദമ്മേശെക്കിൽ വസിച്ച അരാം രാജാവെ ബെൻഹദദിന് കൊടുത്തയച്ചു. എനിക്കും നിനക്കും എൻ്റെ അപ്പനും നിൻ്റെ അപ്പനും തമ്മിൽ സഖ്യതയുണ്ടല്ലോ. ഇതാ ഞാൻ നിനക്ക് വെള്ളിയും പൊന്നും കൊടുത്തയക്കുന്നു. ഇസ്രായേൽ രാജാവായ ബേശ എന്നെ വിട്ടുപോകേണ്ടതിന് നീ ചെന്ന് അവനോട് നിൻ്റെ സഖ്യത ത്യജിക്കണമെന്ന് പറഞ്ഞു. ബെൻഹദദ് ആസാ രാജാവിൻ്റെ വാക്ക് കേട്ടിട്ട് തൻ്റെ സേനാപതിമാരെ ഇസ്രായേൽ പട്ടണങ്ങൾക്ക് നേരെ അയച്ചു. അവർ ഈയോനും ദാനും ആബേൽ മയീമും നഫ്താലിയുടെ സകല സംഭാര നഗരങ്ങളും പിടിച്ചടക്കി. ബയെശ അത് കേട്ടപ്പോൾ രാമയെ പണിയുന്ന തൻ്റെ പ്രവൃത്തി നിർത്തിവെച്ചു. അപ്പോൾ ആസാ രാജാവ് യഹൂദരെയൊക്കെയും കൂട്ടി ബയെശ പണിത രാമയുടെ കല്ലും മരവും എടുത്തുകൊണ്ടുപോയി. അവൻ അവ കൊണ്ട് ഗേബയും മിസ്പയും പണിതുറപ്പിച്ചു. ആ കാലത്ത് ദർശകനായ ഹനാനി യഹൂദ രാജാവായ ആസയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത് എന്തെന്നാൽ, നീ നിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കാതെ അരാം രാജാവിൽ ആശ്രയിക്കൊണ്ട് അരാം രാജാവിൻ്റെ സൈന്യം നിന്റെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയിരിക്കുന്നു. കുശിരും ലൂബ്യരും അനവധി രഥങ്ങളോടും കുതിരച്ചേവകരോടും കൂടിയ ഒരു മഹാസൈന്യമായിരുന്നില്ലയോ? എന്നാൽ നീ യഹോവയിൽ ആശ്രയിക്കൊണ്ട് അവൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. യഹോവയുടെ കണ്ണ് തങ്കിൽ ഏകാഗ്ര ചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ നീ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ഇനി നിനക്ക് യുദ്ധങ്ങൾ ഉണ്ടാകും. അപ്പോൾ ആസ ദർശകനോട് ക്രുദ്ധിച്ചു അവനെ കാരാഗൃഹത്തിലാക്കി. ഈ കാര്യനിമിത്തം അവനോട് ഉഗ്രകോപമുണ്ടായിരുന്നു. ആ സമയത്ത് ആസ ജനത്തിൽ ചിലരെ പീഡിപ്പിച്ചു. ആസയുടെ വൃത്താന്തങ്ങൾ ആദ്യാവസാനം യഹൂദയിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആസയ്ക്ക് തൻ്റെ വാഴ്ചയുടെ 39-ാം ആണ്ടിൽ കാലിൽ ദീനം പിടിച്ചു. ദീനം അതികഠിനമായിരുന്നു. എന്നാൽ അവൻ തൻ്റെ ദീനത്തിൽ യഹോവയല്ല വൈദ്യന്മാരെ അത്രേ അന്വേഷിച്ചത്. ആസ തൻ്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ച് തൻ്റെ വാഴ്ചയുടെ 41-ാം ആണ്ടിൽ മരിച്ചു. അവൻ ദാവീദിൻ്റെ നഗരത്തിൽ തനിക്കായിട്ട് വെട്ടിച്ചിരുന്ന സ്വന്തം കല്ലറയിൽ അവനെ അടക്കം ചെയ്തു. വൈദ്യന്മാരുടെ യോഗപ്രകാരം ഉണ്ടാക്കിയ സുഗന്ധവർഗവും പലതരം പരിമള സാധനങ്ങളും നിറച്ചിരുന്ന ശയ്യമേൽ അവനെ കിടത്തുകയും അവനു വേണ്ടി എത്രയും വലിയൊരു ദഹനം കഴിക്കുകയും ചെയ്തു.